എല്ലാവർക്കും മനസ്സിലാകും. ഞാൻ ഗാജിത്ത്. ഇന്ന് ഞാനൊരു ഡേ കാണിക്കാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പുറത്ത് പോയപ്പോൾ ഞാൻ വെച്ചാൽ വീഡിയോ ചെയ്യാമെന്ന്. അനീസിയും മീനാശിയും കൂടെ രാമപുരത്ത് വന്നു. അപ്പോൾ രാമപുരത്ത് ബസ് സ്റ്റോപ്പിൽ നിന്ന് കായംകുളത്തോട്ട് പോവാണ്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സാണ്. ഞങ്ങൾ ബസ്സിലോട്ട് കയറിയപ്പോൾ SNRSലെ പിള്ളേർ മുഴുവൻ ആ ബസ്സിലുണ്ട്. ഞങ്ങളെല്ലാം ഞെട്ടിപ്പോയി. ഇത്രയും പിള്ളേർ ഇന്ന് എംപ്ലോയ്മെൻറ്റിൽ പോകണം, കാരണം നാളെ SL സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ കായംകുളം ബസ് സ്റ്റാൻഡിലെത്തി. ജോലി ഞങ്ങളെ കാണാഞ്ഞിട്ട് രാമപുരത്തു നിന്ന് ബസ് കയറി സ്റ്റാൻഡിൽ വന്ന് നിൽക്കുവാണ്. അവിടെ ഞങ്ങളെ നോക്കി നിൽക്കുവാണ്. അപ്പം ഇനി അവളുടെ വായിക്കുന്ന കുറച്ചു നേരം കേൾക്കാം. 9:20 ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ട്. നീ എപ്പോഴും ഇറങ്ങി? എന്നോട് എത്ര മണിക്ക് ഇറങ്ങാൻ പറഞ്ഞു? എല്ലാരും കേട്ട് പോവാ. അങ്ങനെ ഞങ്ങൾ ഓഫീസിൽ വന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ വെളിയിൽ നിൽക്കുവാണ്. അപ്പോഴത്തേക്കും ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവരും അവിടെ ഉണ്ട്. കണ്ടു. അപ്പോൾ കുറച്ച് പേര് എടുത്തിട്ട് പോവാണ്. ഈ വന്ന മിക്കവരും ഞങ്ങളുടെ ബസ്സിലുണ്ടായിരുന്നവരാണ്. ഇനിയിപ്പോൾ ഇവരെല്ലായിട്ട് കയറുവാണ്. ഇത് ഞങ്ങൾ ക്ലാസ്സിലുള്ളതാണ്. അപ്പോൾ അവൾ എടുത്തിട്ട് അവൾ സ്കൂളിൽ പോവാണ്. ഞങ്ങൾ അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. അങ്ങനെ ആൾക്കൂട്ടം കണ്ടിടത്തോട്ട് കയറി ചെന്നു. അപ്പം ഞങ്ങൾക്ക് അറിയാവുന്നതൊക്കെ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഞങ്ങളൊരു ഫോമൊക്കെ തന്നു. ഞങ്ങൾ ആ ഫോം ഫില്ല് ചെയ്ത് അവർക്ക് കൊടുത്താൽ ഞങ്ങളുടെ പേര് വിളിക്കുന്നവരെ ഞങ്ങൾ അവിടെ ഇരിക്കുമായിരുന്നു. ഇവരൊക്കെ നിൽക്കുമായിരുന്നു. പിന്നെ എനിക്ക് സീറ്റ് കിട്ടിയപ്പോൾ ഞാനും ഗൗരവം കയറിയിരുന്നു. ജിതിനെ ഇത് ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന കേട്ടോ വന്ദന. ഇതേപോലെ ഇരിക്കുന്ന ഒരാളുണ്ട് വർഷ. ഇവർ രണ്ടും ട്വിൻസാണ്. പക്ഷേ ഇവരെ കണ്ടാൽ ഞങ്ങൾക്ക് നേരത്തെ മനസ്സിലാകത്തില്ലായിരുന്നു. ഇപ്പം മനസ്സിലാവുന്നുണ്ട്. കാരണം വർഷ ഇച്ചിരി കൂടെ ആക്റ്റീവാണ്. വന്ദന ആക്റ്റീവാണ്, പക്ഷെ വർഷയുടെ അത്ര വരത്തില്ല കേട്ടോ. അങ്ങനെ കുറേ നേരം ഓരോന്നൊക്കെ കാണിച്ചിരുന്നിരുന്നിരുന്ന് ലാസ്റ്റ് എന്നെ വിളിച്ചു. അങ്ങനെ ഓരോരുത്തരെ വിളിക്കാൻ തുടങ്ങി. ഇവർ 2-3 പേരൊക്കെ സ്കൂളിൽ പോകുന്നുണ്ട്. സ്പോർട്സിന് സെലക്ഷൻ ഉണ്ട്, അതിന് വേണ്ടിയാണ്. പിന്നെ അനീസിയെ മാത്രം വിളിച്ചില്ല. ഞങ്ങളെല്ലാവരും നോക്കിയിരുന്ന് ലാസ്റ്റ് ഞങ്ങൾ പുറത്തു പോയിരുന്നു. പിന്നെ അവൾമാരോടൊന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുത്ത് വെച്ചതാണ്. എല്ലാത്തിനും പണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് മെറ്റീരിയൽ എടുക്കുന്ന കടയിലോട്ടാണ് പോകുന്നത്. സാന്ദ്രയാണ് കൊണ്ടുപോകുന്നത്. അവിടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ്. സത്യം കേട്ടോ, പാരക് ഫാഷൻ എന്നെങ്ങാണ്ടാണ് കടയുടെ പേര്. നല്ല കളക്ഷൻസ് ഉണ്ട്. വൈറ്റിൻ്റെ തന്നെ പല മെറ്റീരിയൽസ് അവൈലബിൾ ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാം വാങ്ങുന്നുണ്ട്. ഞങ്ങൾക്ക് എന്നോട് കൺഫ്യൂഷനായി എന്തെടുക്കണം. അങ്ങനെ ഓണത്തിൻ്റെ ഡ്രസ് കോഡിന് മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ഞങ്ങൾ അസൽ മിക്കവർക്കും പല അഭിപ്രായമാണ്. ഞങ്ങൾ വിചാരിച്ച് വന്നാൽ ഞങ്ങൾക്ക് 5 പേർക്ക് ഒരേപോലത്തെ എടുക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ കയറിയതാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു മോഡലാണ് നോക്കിയത്. കലങ്കാരി അങ്ങനൊരു പാറ്റേണിലുള്ളതാണ് ഞങ്ങൾ നോക്കിയത്. കഴിഞ്ഞ അവിടെ ഞങ്ങൾ ഡ്രസ് കോഡ് എടുത്തപ്പം അതേ സെയിം ഡ്രസ് കോഡായിരുന്നു സീനിയേഴ്സിനും. അപ്പം ഞങ്ങൾ അന്ന് പെട്ടുപോയി. അപ്പോൾ ഈ വട്ടം അങ്ങനെ ഉണ്ടാകരുതെന്നുണ്ട്. ഒത്തിരി സമയമൊന്നും എടുത്തില്ല. 2-3 കളക്ഷൻ കാണിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഓൾറെഡി ഞങ്ങൾ ഇത് മതി, ഇങ്ങനത്തെ പാറ്റേൺ മതി എന്ന് ഞങ്ങൾ ഫിക്സ് ചെയ്തിട്ട് വന്നുകൊണ്ടായിരിക്കും ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ അവിടുത്തെ കളക്ഷൻസൊക്കെ നോക്കി, എല്ലാം നല്ലതായിരുന്നു. ഇപ്പോഴത്തെ ഒരു പാറ്റേൺ മെറ്റീരിയൽ ഉണ്ടല്ലോ, അതിലാണ് ഇതെല്ലാം ഉള്ളത്. ഓരോ സെക്ഷൻ വെച്ചാണ് ഇവർ പ്രൈസ് വെച്ചേക്കുന്നത്. ഈ ഒരു സെക്ഷൻ ഇരിക്കുന്ന എല്ലാ മെറ്റീരിയലിനും 1 മീറ്റർ വീതം 160 അങ്ങനെ ഓരോ സെക്ഷനും ഓരോ റേറ്റാണ്. അങ്ങനെ ഞങ്ങൾ എടുത്ത് വെച്ചോ, അടുത്ത ദിവസം വരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളൊരു മോഡൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മോഡൽ അവരെ കാണിച്ചു. അതിൻ്റെ എത്ര മീറ്റർ വേണമെന്നൊക്കെ ചോദിച്ചു. ഞങ്ങൾ ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്തു. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി കിങ് ഫുഡ് വന്നു. എൻ്റെ ചാനൽ കാണുന്നവർക്കെല്ലാം അറിയാം, ഞാൻ കിങ് ഫുഡിലെ ആളാണ്. ഞാൻ എന്ത് ഫുഡ് കഴിക്കാനുള്ള ആവശ്യത്തിന് ഞാൻ കിങ് ഫുഡിലാണ് പോകുന്നത്. എന്നിട്ട് വെയിലൊക്കെ കൊണ്ട് ഞങ്ങളൊരു പരുവായിരുന്നു. പിന്നെ മുഖമൊക്കെ കഴുകിയപ്പോഴാണ് ഒന്ന് ഫ്രഷ് ആയത്. പിന്നെ വെയിലൊക്കെ കൊണ്ട് എൻ്റെ മുടി ഡ്രൈ ആയ ഒരു രക്ഷയില്ല. ഞാൻ ലാസ്റ്റ് പിന്നെ പിടിച്ച് മണ്ടയ്ക്കോട്ട് കെട്ടി വെച്ചു. അവിടെ ചെന്നപ്പോഴത്തേ അവിടെ ഉണ്ട് ഇവരെല്ലാം. എംപ്ലോയ്മെൻറ്റിലുള്ള എല്ലാവരും ഇങ്ങോട്ടാണ് ദൈവം വരുന്നത്. ഞങ്ങളൊന്ന് കഴിക്കാൻ വന്നപ്പോൾ അവിടെയാണ് അതിലും തിരക്ക്. ഞങ്ങൾ വന്നപ്പോൾ തിരക്കില്ലായിരുന്നു. ഞങ്ങൾ കൈയൊക്കെ കഴിയൊന്ന് മാറിയപ്പോഴത്തേക്ക് ഇതുകൊണ്ട് അവരെല്ലാം വന്നിരിക്കുന്നു. മന്തിയാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഹാഫ് മതിയായിരുന്നു. അത് തന്നെ ഞങ്ങൾ കഴിക്കാൻ പറ്റ പാട് ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. ഞങ്ങൾക്ക് അത്രയ്ക്കുള്ള കപ്പാസിറ്റി ഉള്ളായിരുന്നു. പിന്നെ ഫുഡ് കൊണ്ടുവച്ചപ്പോഴേ ഇവിടെ സ്നാപ്പ് എടുക്കാനും അതെടുക്കാനും ഒക്കെ ആളുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം അതിൻ്റെ പുറകിന് പോയി. മീനാക്ഷിയാണ് ഈ സ്നാപ്പിൻ്റെ ആൾ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സ്നാപ്പ് എടുത്തിട്ട് അവൾ ഞങ്ങളെ അനക്കത്തുള്ളൂ. പിന്നെ ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ ആ ഫോൺ കൊടുത്തിട്ടില്ല, എൻ്റെ കയ്യിലായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ഓട്ടോ പിടിച്ചിട്ട് കായംകുളം മാക്സിൽ പോകുന്നത് വിചാരിച്ചു. ഞങ്ങൾക്കിനി അവിടെ വരെ നടക്കാനുള്ള ആരോഗ്യമില്ല ഗൈസ്. ഒന്നുകൂടെ കഴിച്ചു. പിന്നെ ഇത്രയും വെയിൽ നട്ടുച്ചയല്ലേ, അപ്പം ഞങ്ങൾ ഓട്ടോ വിളിച്ചു. എന്നിട്ട് ഞങ്ങൾ മാക്സി വന്നു. പുതുതായിട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 വീക്ക് ആകുന്നതേ ഉള്ളൂ. അപ്പം ഞങ്ങൾ പുതിയ കളക്ഷൻസൊക്കെ ഒത്തിരി വന്ന് എല്ലാം ഡിസ്പാച്ച് ചെയ്യുന്നേ ഉള്ളൂ. കാരണം വന്നതല്ലേ ഉള്ളൂ. അപ്പം സാന്ദ്രയും മീനാക്ഷിയും 2 ഡ്രസ്സ് എടുത്തു. സാന്ദ്ര ഒരു ടീഷർട്ട് എടുത്തു ചേച്ചിക്ക്. അത് സെലക്ട് ചെയ്യുവാണ്. മീനാക്ഷി ഒരു ബോഡിക്കോൺ ഡ്രസ്സ്
ട്രൈ ചെയ്തു. അപ്പോൾ അത് അവൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവൾ അതും എടുത്തു. അപ്പോൾ ചേച്ചിക്കുള്ള ഡ്രസ്സ് നമ്മൾ തപ്പുക. 199-ൻ്റെയും 299-ൻ്റെ ഒക്കെ ടീഷർട്ട്സ് ഉണ്ടായിരുന്നു. 199 രണ്ടെണ്ണം എടുത്താൽ രണ്ടിനും കൂടെ 199 കൊടുത്താൽ മതി എന്നങ്ങാണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എന്തുവാന്ന് ഓർമ്മയില്ല. കറക്റ്റ് ഞാൻ സ്റ്റാഫിനോട് ചോദിച്ചായിരുന്നു. ഈ ഡ്രസ്സ് പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെടുന്നു തോന്നുന്നു കേട്ടോ. എടുത്ത് നോക്കുന്നതേ കണ്ടു. പിന്നെ ഓരോ ഡ്രസ്സ് എടുത്തിട്ട് ഇതെനിക്ക് ചേരുമെന്നൊക്കെ സ്വന്തമായിട്ട് പറഞ്ഞേ കേട്ടു. സന്ദ്ര ചേച്ചി ബാംഗ്ലൂരാട്ടോ പഠിക്കുന്നത്. അപ്പോൾ ചേച്ചി കുറച്ച് ദിവസത്തെ ലീവിന് വന്നതാണ്. അപ്പോൾ ചേച്ചി എന്തായാലും നാളെ പോവാണ്. അപ്പോൾ സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും ഡ്രസ്സ് കൊടുക്കുക എന്ന് അവൾ വിചാരിച്ചാണ്. എന്തായാലും ചേച്ചിക്ക് വാങ്ങിച്ച അവൾക്കും കൂടി ഇടുന്ന അവൾക്കറിയാം. പക്ഷെ അവൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചേച്ചിക്ക് കൊടുത്തപ്പോൾ ഇഷ്ടപ്പെടുന്നു പറഞ്ഞു. ഫസ്റ്റ് അവൾ ടോപ്പാട്ടോ നോക്കിയത്. പിന്നെ ഒരു ടീഷർട്ട് എടുത്തു, ഒരു വൈറ്റ് ടീഷർട്ട്. ഞാനിങ്ങനെ കറങ്ങി വന്നപ്പോഴത്തേക്ക് ഒരു ബോഡിക്കോൺ ഡ്രസ്സ് കണ്ടു. അപ്പം ഞാൻ മീനാക്ഷി ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞ് കാണിച്ചു. അപ്പം മീനാക്ഷി അത് സാന്ദ്രയെ കാണിച്ചു. അപ്പോൾ രണ്ടുപേരും കൂടെ ട്രൈ ചെയ്യണമെന്നും പറഞ്ഞ് കയറി. അങ്ങനെ സാന്ദ്ര ഒരു ബ്രൗൺ ആണ് ട്രൈ ചെയ്തത്, മീനാക്ഷി ഒരു ബ്ലാക്കാണ് ട്രൈ ചെയ്തത്. എന്നിട്ട് രണ്ടുപേർക്കും ചേരുന്നുണ്ടായിരുന്നു. അങ്ങനെ മീനാക്ഷി അത് എടുത്തു കേട്ടോ. ഈ ഡ്രസ്സാണ് മീനാക്ഷി എടുത്തത്. എടി നിന്നേക്കോ ഇത്ര നേരത്തെ പരിശ്രമം മീനാക്ഷി ഡ്രസ്സ് ഇടാൻ. ബില്ല് ചെയ്യാൻ വേണ്ടി അങ്ങനെ മുകളിലത്തെ സെക്ഷനിൽ വന്നു. അവിടെ ഇങ്ങനെ ബാഗ്, ടോയ്സ്, പിന്നെ ഇന്ത്യൻ വെയർസ് അങ്ങനത്തെ ഐറ്റംസാണ് അവിടെ കൂടുതലും ഉണ്ടായിരുന്നത്. കൂടുതലും വൈറ്റ് ബാഗ്സ് ആട്ടോ അവിടെ കണ്ടത്. പിന്നെ എനിക്ക് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറേ നേരമായിട്ട് അവിടെ ബില്ല് ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ്. എന്തൊക്കെ പ്രശ്നമാണ് അവിടെ നിൽക്കുന്ന ചേച്ചിക്ക് ബില്ല് ചെയ്യാൻ അറിയത്തില്ലെന്ന് തോന്നുന്നു. എൻ്റെ വേറെ ആരുണ്ട് ഞാനൊക്കെ ചോദിക്കുന്നു കേട്ടു. ഒരാൾ ഗൂഗിൾ പേ ഒരെണ്ണം ക്യാഷ് പേ ആയിരുന്നു. അപ്പം അതിൻ്റെ എന്തൊക്കെയോ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്. കുറേ നേരം അങ്ങനെ പോയി നിന്നിരുന്ന് ഞങ്ങളുടെ കാലം കഴിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ എല്ലാം കറങ്ങി കളക്ഷൻസ് എല്ലാം കണ്ട് അവിടെ അങ്ങ് നിന്നു. സത്യം. അങ്ങനെ ടോയ്സിൻ്റെ സെക്ഷനിൽ വന്നത് ഗൗരി അവിടെ അങ്ങ് നിന്നു. ഈ ടോയ്സിനെല്ലാം 299 ആണ് കേട്ടോ. പിന്നെ ഇത് ഹെയർ ആക്സസറീസിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഇത് അപ്പുറത്ത് ഹെയർ ബോ, ക്ലോ ക്ലിപ്പ്, പിന്നെ ഇയറിങ്സ് അങ്ങനത്തെ കുറേ ഐറ്റംസ് ആണ്. പക്ഷേ എല്ലാം 149-ൻ്റെ മണ്ടയ്ക്കാണ്. അനീസിയ പറയുന്നു ഇങ്ങനെ സ്റ്റുഡിയോയിൽ ഇതിലും അഫോർഡബിൾ ആണെന്ന്. എന്താ പറഞ്ഞേ? പിന്നെ ഞങ്ങൾ അവിടുന്ന് സ്ഥലം വിട്ടു, വീട്ടിലോട്ട് പോകാൻ തീരുമാനിച്ചു. പിന്നെ ഞങ്ങളൊരു ഓട്ടോ പിടിച്ചു. ഞാൻ അനീസിയെ മടി ഇരുത്തിക്കണം. അവൾ മടിയിലുണ്ടെന്ന് പോലും ഞാൻ അറിയുന്നില്ല. ബസ് സ്റ്റാൻഡിലാട്ടോ ഇറങ്ങിയത്. അവിടുന്ന് ഹരിപ്പാട് ബസ് കയറി. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല, ഭയങ്കര ധൃതിയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ രാമപുരത്ത് വന്നു. അവളുമാർ ഹരിപ്പാട്ടാട്ടോ ഇറങ്ങുന്നത്. ഞങ്ങൾ രാമപുരത്ത് നിന്ന് സാന്ദ്ര ഞങ്ങൾക്ക് രണ്ടുപേർക്കും നാരങ്ങ വെള്ളമൊക്കെ മേടിച്ച് തന്നിട്ട് ഞങ്ങൾ വീട്ടിൽ പോവാണ്.